കേരളത്തിലെ പഴയ മുസ്ലിം ആവാസ കേന്ദ്രങ്ങളിലൊന്നാണ് കൊണ്ടോട്ടി. മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ കേരളത്തെ വഴി നടത്തിയ അനവധി വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ നാടാണിത്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു ആധുനിക കേരളം കണ്ട പ്രമുഖ കർമ്മശാസ്ത്ര വിശാരദന്മാരിൽ അഗ്രഗണ്യനായ ഉസ്താദ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ചെറുശ്ശേരി എന്നത് കൊണ്ടോട്ടിയിലെ ഒരു തറവാട് നാമമാണ്. 2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെടാനുണ്ട് ഈ തറവാടിന്. ചെറുശ്ശേരി ആലി മുസ്ലിയാരാണ് കുടുംബത്തിലെ അറിയപ്പെട്ട ആദ്യ പണ്ഡിതൻ. ആ കുടുംബ പരമ്പരയിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതവര്യരായിരുന്നു നമ്മുടെ ചെറുശ്ശേരി ഉസ്താദിൻ്റെ വന്ധ്യപിതാവ് മുഹമ്മദ് മുസ്ലിയാർ. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഒന്നാമൻ കൊണ്ടോട്ടിക്കാരിയായ ഭാര്യയിൽ ജനിച്ചവരാണ് മുഹമ്മദ് മുസ്ലിയാർ എന്ന പണ്ഡിത പ്രഭ. ഇദ്ദേഹത്തിൻ്റെയും ബംഗാളത്ത് പാത്തുമുണ്ണിയുടെയും മകനായി 1937 സെപ്റ്റംബർ 25 ഹിജ്റ വർഷം 1356 റജബ് 20 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പിറവികൊണ്ടു. ചെറുശ്ശേരി തറവാട്ടിലെ കാരണവരായ വലിയുപ്പയുടെ പേരു തന്നെയാണ് പിതാവ് തിരഞ്ഞെടുത്തത്. വലിയുപ്പയെപ്പോലെ തൻ്റെ മകനും ദീനിന് ഒരലങ്കാരമായി മാറിയിരുന്നുവെങ്കിൽ എന്ന് പിതാവ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. മാതാപിതാക്കളുടെ പ്രാർത്ഥനയും പണ്ഡിതന്മാരുടെ ഗുരുത്വവും ആ പിഞ്ചുമകന് വലിയ ശക്തിയായി മാറി. അടുക്കവും ഒതുക്കവുമുള്ള പരിസരം ഉസ്താദിൻ്റെ കുട്ടിക്കാലത്തിന് ഇസ്ലാമിക പരിവേഷം നൽകി. തികഞ്ഞ മതനിഷ്ഠയിലായിരുന്നു ഉസ്താദിൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞുപോയത്. നിസ്കാരത്തിലും സുഹൃതങ്ങൾ ശീലിക്കുന്നതിലും വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് നല്ല പ്രോത്സാഹനം ലഭിച്ചു. ചെറുപ്പം മുതൽ തന്നെ വിജ്ഞാന സമ്പാദനം മാത്രമായി ഉസ്താദിൻ്റെ ചിന്ത. 1930-കൾക്കും 60-കൾക്കും ഇടയിലുള്ള കാലം അതായിരുന്നു ഉസ്താദിൻ്റെ പഠനകാലം. ജന്മനാടായ കൊണ്ടോട്ടി, മഞ്ചേരി, ചാലിയം എന്നീ 3 പ്രദേശങ്ങളാണ് ഉസ്താദിന് അറിവിൻ്റെ പുതുലോകങ്ങൾ സമ്മാനിച്ചത്. ബിരുദങ്ങളുടെ ലോകത്ത് ബിരുദങ്ങളില്ലാതെ ആധുനിക ലോകത്തെ ജ്ഞാനബലം കൊണ്ട് എങ്ങനെ അതിജയിക്കണമെന്ന് കാണിച്ചു തന്ന ഉസ്താദിന് മുതൽക്കൂട്ടായത് ജീവിത പാരമ്പര്യവും സ്നേഹനിധിയായ പിതാവിൻ്റെ അനുഭവസ്ഥമായ ജ്ഞാനകളരിയും സ്വാത്വികരായ പണ്ഡിതന്മാരുടെ ആശീർവാദവും അനുഗ്രഹവുമായിരുന്നു. ഓത്തുപള്ളിയിലും ഗവൺമെൻറ് മാപ്പിള സ്കൂളിലും, കൊണ്ടോട്ടിയിൽ പിതാവിൻ്റെ ദർസിലും, മഞ്ചേരി ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അടുത്തും പിന്നീട് ചാലിയത്ത് ഒക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ അടുത്തുമായി ചിന്തിക്കിടക്കുകയാണ് ഉസ്താദിൻ്റെ വിദ്യാഭ്യാസകാലം. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച ഗുരുവര്യരായിരുന്നു ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. സൂക്ഷ്മതയിലും തെക്കുവയിലുമായി കഴിഞ്ഞുകൂടിയിരുന്ന മാതൃകാ ജീവിതത്തിൻ്റെ ഉടമയായിരുന്ന ഉസ്താദ് ഓവുങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ സൈനുദ്ദീൻ മുസ്ലിയാരുടെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് ആ വിഷയത്തിലുള്ള സമഗ്രമായ മുഴുവൻ ഗ്രന്ഥങ്ങളും വായിച്ച് ഉത്തരം നൽകുമായിരുന്നു. ഒരിക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അടുക്കലിലേക്ക് ചിലയാളുകൾ ഫത്വ തേടിയെത്തി. ഉടനെ ഉസ്താദ് ശിഷ്യനായ സൈനുൽ ഉലമയെ വിളിച്ച് പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഉസ്താദ് താമസിയാതെ മറുപടി പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. 1978 കേരളത്തിലെ പരമോന്നത ആധികാരിക മതപണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയിലേക്ക് ഉസ്താദിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഷംസുൽ ഉലമ എന്ന അമരപ്രഭാവത്തിന് ശേഷമാണ് 1996 സെക്രട്ടറിയാകുന്നത്. ആ സമയത്ത് സമസ്തക്കെതിരെ ധാരാളം വിഷബീജങ്ങൾ രംഗപ്രവേശനം ചെയ്തെങ്കിലും അതിനെതിരെ സമസ്തക്ക് ശക്തി പകരുക എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ധാരാളം പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. ഷംസുൽ ഉലമയ്ക്ക് ശേഷം സെക്രട്ടറി ആയതിനാൽ തന്നെ സംഘടനാപരമായി ചെയ്യാനുണ്ടായിരുന്നത് ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു. സമൂഹത്തിൻ്റെ നാനാതുറകളിലും നിരന്തരം ഇടപെട്ടിരുന്ന സമസ്തയുടെ പ്രതിച്ഛായം സൂക്ഷിക്കുകയും അതിലുപരി വികസിപ്പിക്കുകയും ചെയ്യേണ്ട ദൗത്യം എളുപ്പമായിരുന്നില്ല. ഹിക്മത്തിൻ്റെ വൻമരമായ ഷംസുൽ ഉലമയെ അതേ അളവിൽ അനുധാവനം ചെയ്യാൻ ശ്രമിച്ച പണ്ഡിതനായിരുന്നു സൈനുൽ ഉലമ.
ഷംസുൽ ഉലമയുടെ അതേ ശൈലിയും ശബ്ദഗാംഭീര്യത്തിലും സുപ്രധാന കാര്യങ്ങൾ അവതരിപ്പിക്കും. അതിലുപരി പ്രപഞ്ചനാഥനോടുള്ള കടപ്പാടുകൾ ഉസ്താദിൻ്റെ ജീവിതത്തിലും മറ്റു സംഘടനാ നേതാക്കളുടെ ജീവിതത്തിലും ശ്രദ്ധിക്കുന്നതിൽ കർക്കശക്കാരനായിരുന്നു. പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. വിജ്ഞാനത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ചക്രവാളങ്ങളിൽ 1000 മലരുകൾ വിരിയിച്ച് അവസാനം മന്ദിരായ ഉസ്താദും നാഥനിലേക്ക് മടങ്ങി. മുസ്ലിം കേരളമൊന്നാകെ അവിടുത്തെ ആരോഗ്യം വീണ്ടെടുപ്പിനെ നിരന്തരമായി പ്രാർത്ഥിച്ചപ്പോഴും ആ മാന്യദേഹം തൻ്റെ ഇഷ്ടഭാജനായ രക്ഷിതാവിൻ്റെ ലിഖായിന് അതിയായി ആഗ്രഹിച്ചു. 2 സ്നേഹിതന്മാരെ പരസ്പരം ചേർക്കുന്ന പാലം മാത്രമാണ് മരണം എന്ന സൂഫി വാക്യം അവിടെ അനർത്ഥമാവുകയുണ്ടായി. ബ്രെയിൻ സ്ട്രോക്ക് എന്ന ഗുരുതരമായ രോഗം തന്നെയായിരുന്നു. ഹൃദയം വഴി മുഖേനയായിരുന്നു ഈ രോഗമുണ്ടായത്. അങ്ങനെ ഉസ്താദിൻ്റെ രോഗം മൂർച്ഛിച്ചു. 2016 ഫെബ്രുവരി 18 രാവിലെ 6:18 ശക്തമായ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും സംസം വെള്ളം കുടിക്കുകയും കൂടെയുള്ളവർ കെലിമ ചൊല്ലിക്കൊടുക്കുകയും അതിനൊത്ത് ചുണ്ടുകൾ ചലിപ്പിക്കുകയും ചെയ്ത് 6:20 നാഥൻ്റെ വിളിക്കുത്തരം നൽകി ഉസ്താദ് യാത്രയായി.